ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. The basic objective of management accounting is to enable management to carry its duties efficiently that ultimately leads to maximization of profit in an organization. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ലീഡ് ചെയ്യുന്ന കുറേ ഡ്യൂട്ടീസൊക്കെ ഉണ്ടല്ലോ. ആ ഡ്യൂട്ടീസ് എല്ലാം മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ആണോ ക്യാരി ഓൺ ചെയ്യുന്നത് എന്നുള്ളത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. It helps the management in planning, organizing, directing and controlling. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിനെ പ്ലാൻ ചെയ്യാൻ, പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ എന്താണ്, പ്രവർത്തനങ്ങളെല്ലാം ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ ക്രമീകരിക്കാനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഡയറക്റ്റിംഗ് എന്താണ്, ജീവനക്കാരെയൊക്കെ നയിക്കാനായിട്ട് സഹായിക്കുന്നു. എംപ്ലോയീസൊക്കെ ഉണ്ടല്ലോ, അവരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് ഓക്കെ നിങ്ങൾ ഈ ജോലിയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എനർജൈസ് ആക്കാനും അവർ എഫക്റ്റീവ് ആകാനും ഒക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. പിന്നെ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ പ്ലാനും അതുപോലെ തന്നെ ആക്ച്വലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതും അത് പ്ലാൻ ചെയ്തത് ഇംപ്ലിമെൻറ്റ് ചെയ്തതും തമ്മിലൊക്കെ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് കൺട്രോളിങ്. അതിനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. With the help of creating budgets and formulating strategies for organization as a whole, it helps to reduce the deviation between budgeted and actual targets achieved. നമ്മൾ ബഡ്ജറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പം ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് ഒരു ഓർഗനൈസേഷന് മുഴുവനായിട്ടും ഉള്ള സ്ട്രാറ്റജീസൊക്കെ നമ്മൾ ഇതുപോലെ ഫോർമുലേറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബഡ്ജറ്റ് ചെയ്തതും നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള ഡീവിയേഷനും കുറയ്ക്കാനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വളരെയധികം സഹായിക്കുന്നുണ്ട്. The main objectives of management accounting are as follows. ഇനി നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് helps in planning and formulating management policies. Planning includes forecasting, setting objectives, creating strategies for achieving them. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് മാനേജ്മെൻറ്റ് പോളിസീസ്. പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസിനെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. പ്ലാനിങ് ഇൻക്ലൂഡ്സ് ഫോർകാസ്റ്റിംഗ്. പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഫോർകാസ്റ്റിംഗ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ക്രിയേറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ അച്ചീവിങ് ദം. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാവി പ്രവചനം, ഫ്യൂച്ചർ നമ്മൾ പ്രവചിക്കുന്നതാണ് പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്, ലക്ഷ്യങ്ങൾ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഈ വർഷത്തെ ലക്ഷ്യം ഇതാണ്, ഒരു 6 മാസം കൊണ്ട് നമ്മൾ എത്ര ടാർഗറ്റ് ഏൺ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്രിയേറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ അച്ചീവിങ് ദം. ഈ ഓരോ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജികൾ ചെയ്യണം എന്നുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനെയൊക്കെ സഹായിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. It helps in preparation of statements on the basis of past performance and data available for future forecast. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ്, പാസ്റ്റിൽ നമ്മളുടെ ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്നും അതുപോലെ തന്നെയും നമുക്കിപ്പോൾ ഉള്ള ഡേറ്റ,
അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മാനേജ്മെൻറ്റിനെ ഇതുപോലെ പ്ലാൻ ചെയ്യാനും മാനേജ്മെൻറ്റ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ അവൈലബിൾ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റയൊക്കെ നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രസൻസ് ഫിനാൻഷ്യൽ ഡേറ്റ ഇൻ എ സിംപ്ലിഫൈഡ് ഫോർമാറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഡേറ്റയൊക്കെ നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. Management accounting. It includes charts, graphs and diagrams to present it in an easy manner to be understandable by the top management. അപ്പോൾ അത് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫിനാൻഷ്യൽ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ചാർട്ടായിട്ടും ഗ്രാഫ് വഴിയും ഡയഗ്രവുമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റിന് പെട്ടെന്ന് നല്ല രീതിയിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഡേറ്റേനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഡേറ്റയൊക്കെ. അപ്പം ടോപ്പ് മാനേജ്മെൻറ്റിന് അത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും, കാരണം ചാർട്ടും ഗ്രാഫും ഡയഗ്രം ഒക്കെ അല്ലേ. അപ്പം ഈ ഫിനാൻഷ്യൽ ഡേറ്റയൊക്കെ ലളിതമായ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോഴത്തേനും ടോപ്പ് മാനേജ്മെൻറ്റിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ഒബ്ജക്റ്റീവാണ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മേക്സ് ദ ഡിസിഷൻ മേക്കിംഗ് സയൻറ്റിഫിക് ബൈ യൂസിങ് ടെക്നിക്സ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിസിഷൻസൊക്കെ മേക്ക് ചെയ്യുന്നത് സയൻറ്റിഫിക് ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് പല ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് യൂസസ് ദ ഡേറ്റ ഫ്രം കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അനലൈസസ് ഇറ്റ് ഫോർ മേക്കിംഗ് എ സൗണ്ട് ഡിസിഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും ഡേറ്റ സ്വീകരിച്ചിട്ട് ഡേറ്റ എടുത്തിട്ട് അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്യും. എന്തിനാണ്? നല്ല ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് അങ്ങനെ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഡേറ്റ ഗ്യാദർ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്യും. എന്നിട്ട് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഡേറ്റ എടുക്കുന്നത്. For example, it helps in ascertaining the profitability of a product, exercise effective control on it and implement cost reduction program. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു എഫക്റ്റീവ് കൺട്രോള് എക്സസൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അതിനെ കോസ്റ്റ് റിഡക്റ്റ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്തോന്ന് ചോദിച്ചാൽ അതിനിപ്പം കോസ്റ്റ് 10 രൂപയാകും. അപ്പോൾ ഈ 10 രൂപ നമുക്ക് ക്വാളിറ്റി അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതൊരു 9 രൂപയാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എങ്ങനെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതിനെ ഹെൽപ്പ് ചെയ്യുന്നതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മനസ്സിലായോ? അടുത്ത ഒബ്ജക്റ്റീവാണ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് പെർഫോമൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ലൈക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബജറ്ററി കൺട്രോളും എന്ന് പറയുന്ന ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് കൺട്രോളിങ്ങിനെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. It controls the cost of each department and individual by different techniques. ഒരു ഓർഗനൈസേഷൻ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ചിലവുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
It defines each unit as a responsibility center and that unit is held responsible for deviation. ഓരോ യൂണിറ്റിനെ റെസ്പോൺസിബിലിറ്റി സെൻ്ററായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ഈ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേനും പ്രോഫിറ്റുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ പറ്റിയിട്ട് മാത്രം നോക്കുന്നതായിരിക്കും പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേനും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ അവിടെ നോക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ഓരോ യൂണിറ്റിനെയും ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആയിട്ടല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് യൂണിറ്റ് ഈസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഡീവിയേഷൻ. അപ്പം അതിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൽ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് സെൻറ്റർ ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഹെൽപ്സ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ വീക്ക് ഏരിയാസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ടു ഇംപ്രൂവ് സിറ്റുവേഷൻ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? നമ്മുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അവിടെ കറക്റ്റ് ആക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പെർഫോമൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ഒബ്ജക്റ്റീവാണ് ഹെൽപ്സ് ഇൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക്. നല്ല എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടുമുള്ള ഒരു ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് യൂസസ് ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. കോസ്റ്റും റെസ്പോൺസിബിലിറ്റിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബഡ്ജറ്റിംഗ് ടെക്നിക്സും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കും ഉപയോഗിക്കുന്നുണ്ട് കോസ്റ്റും റെസ്പോൺസിബിലിറ്റിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ലീഡ്സ് ടു ഡീസെൻട്രലൈസേഷൻ ടു റാഷണലൈസേഷൻ ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇത് ഡീസെൻട്രലൈസേഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ റാഷണലൈസേഷനും സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസും ഡിസിഷൻ മേക്കിംഗ് പവറും ഒക്കെ ഓർഗനൈസേഷൻ്റെ ലോവർ ലെവലിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒബ്ജക്റ്റീവ് ഹെൽപ്സ് ഇൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫോംസ് ദ മാനേജ്മെൻറ്റ് അബൌട്ട് ദ കറൻറ്റ് പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഫ്രം ടൈം ടു ടൈം ത്രൂ ടൈംലി റിപ്പോർട്ടിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കറൻറ്റ് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നുള്ളത് സമയാസമയങ്ങളിൽ അവർ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു ടേക്ക് ദ റിക്വയർഡ് ആക്ഷൻസ് ടൈംലി ആൻഡ് കറക്റ്റ്ലി. അങ്ങനെ കറക്റ്റ് സമയത്തിന് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും എന്താ പറ്റുന്നത്, മാനേജേഴ്സിന് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ കൊണ്ട് പറ്റുന്നുണ്ട്. പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ് റിപ്പോർട്ടഡ് റെഗുലർലി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് റെഗുലറായിട്ട് കൃത്യമായിട്ടുള്ള കാലയളവിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ മാനേജറിയൽ ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, റിപ്പോർട്ടിങ് സഹായിക്കുന്നുണ്ട്. അടുത്ത ഒബ്ജക്റ്റീവാണ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ ഓഫ് ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആൻഡ് കോർഡിനേറ്റിംഗ് ദി ഓപ്പറേഷൻസ്. നമ്മുടെ എൻ്റർപ്രൈസിലെ ഓരോ ഓപ്പറേഷൻസും കോർഡിനേറ്റ് ചെയ്യാനും അവരുടെ ഓരോ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഇൻ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ബൈ പ്രിപ്പയറിംഗ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആൻഡ് ദെൻ കോർഡിനേറ്റിംഗ് ബൈ ക്രിയേറ്റിംഗ് എ മാസ്റ്റർ ബഡ്ജറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിന് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസിനെയൊക്കെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ഫങ്ഷണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മളെ മാസ്റ്റർ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ബഡ്ജറ്റിനെ പറ്റിയിട്ടെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ബഡ്ജറ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്, മറ്റേ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ ബഡ്ജറ്റ്, ഈ ഫങ്ഷണൽ ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ്, ഇതിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽഡായിട്ട്
ഈ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, ഇതെന്താണ്, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇനിയും മുന്നോട്ട് പോകുന്ന ചാപ്റ്ററുകളിൽ ഇതിനെ പറ്റിയിട്ടെല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ഒരു വ്യൂ കിട്ടും. ഓക്കെ, ഇതെന്താണ്, ഇതായിരുന്നല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ. ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചു കഴിയുമ്പം തന്നെ നമുക്ക് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നേച്ചർ എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് തനിയെ നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇതൊക്കെ എന്തുവാ എന്നുള്ളത് അറിയത്തില്ല, ആ ഒരു ബുദ്ധിമുട്ട് കാണും. പക്ഷേ പോകെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേനും ആ ഒരു പ്രയാസം മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൽ ഒബ്ജക്റ്റീവ്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു.